കാർഷിക ജീവനത്തിൽ അടുത്തതായി ഒരു കുട്ടി കർഷകനെ പരിചയപ്പെടാം. വെറും 10 വയസ്സ് മാത്രം പ്രായമുള്ള ഇടപ്പള്ളി കുന്നുംപുറം സ്വദേശി അഫിൻ അഹമ്മദ് തന്റെ സമ്മിശ്ര കൃഷിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. അഫിൻ അഹമ്മദ് എന്ന ഈ കൊച്ചുമിടുക്കന് കൃഷി എന്നാൽ അല്പം ഗൗരവമുള്ള കാര്യമാണ്. സ്കൂൾ വിട്ടു വന്നാൽ കളിക്കാൻ പോകാനും TV കണ്ടിരിക്കാനുമൊന്നും അഫിന് സമയമില്ല. വീടിനോട് ചേർന്നുള്ള സ്വന്തം കൃഷിയിടത്തിൽ പിടിപ്പത് പണിയുണ്ട്. പാവൽ, കോവൽ, ചേമ്പ്, വെണ്ട, തക്കാളി, വിവിധയിനം മുളകുകൾ തുടങ്ങി പച്ചക്കറികളുടെ ഒരു നീണ്ട നിര തന്നെ ഈ 10 വയസ്സുകാരന്റെ ശ്രമഫലമായി ഇവിടെ വിളഞ്ഞു നിൽക്കുന്നു. ഒപ്പം അക്വാപോണിക്സ് മാതൃകയിൽ വരാൽ മത്സ്യകൃഷിയും കൂൺ കൃഷിയും ചെയ്യുന്നു. 3 വർഷമായി അഫിൻ കർഷകന്റെ കുപ്പായം അണിഞ്ഞിട്ട്. കൃഷിയിൽ സജീവമായ ഉപ്പുപ്പ അബ്ബാസ് നൽകിയ പ്രചോദനമാണ് അഫിനെ കൃഷിയിലേക്ക് എത്തിച്ചത്. തുടക്കം ഏറെ ഇഷ്ടമുള്ള പാവയ്ക്ക കൃഷി ചെയ്തുകൊണ്ടായിരുന്നു. പിന്നീട് തന്റെ കുഞ്ഞനുജത്തിക്ക് ഏറെ ഇഷ്ടമുള്ള തക്കാളി തന്റെ കൃഷിയിടത്തിൽ തന്നെ ഉണ്ടാക്കണം എന്നായി. അങ്ങനെ ഓരോരോ വിളകളായി കൃഷിയിടത്തിൽ കൂടി വന്നു. ഇപ്പോൾ വീട്ടിലേക്ക് ആവശ്യമായ ഒട്ടുമിക്ക പച്ചക്കറികളും അഫിൻ തന്റെ കൃഷിയിടത്തിൽ ഒരുക്കുന്നുണ്ട്. കൃഷിയിൽ നിന്നും യുവതലമുറ പിന്തിരിയുന്നു എന്ന ആവലാതികൾക്ക് മുന്നിൽ നാടിന്റെയും കളമശ്ശേരി രാജഗിരി സ്കൂളിന്റെയും അഭിമാനമാകുകയാണ് അഫിൻ അഹമ്മദ് എന്ന 5ാം ക്ലാസ്സുകാരൻ. കേൾക്കാം കുട്ടി കർഷകനായ അഫിൻ അഹമ്മദ് പങ്കുവയ്ക്കുന്ന കാർഷികാനുഭവങ്ങൾ. നമസ്കാരം അഫിൻ. എനിക്ക് അഫിൻ്റെ വീടിന് ചുറ്റുമുള്ള ഈ ഒരു കൃഷിയിടം കണ്ടപ്പം ഒരുപാട് സന്തോഷമായി. നിറയെ പച്ചക്കറികളും ഒരു സൈഡിൽ അക്വാപോണിക്സും ഒക്കെ ആയിട്ട് വിശാലമായൊരു കൃഷിയിടം. ഇത്ര ചെറിയ പ്രായത്തിൽ എങ്ങനെയാണ് അഫിൻ കൃഷിയിലേക്ക് വന്നത്? ഞാൻ കൃഷിയിലേക്ക് വന്നത് എൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ കീഴിലാണ്. അത് മീൻസ് എൻ്റെ ഗ്രാൻഡ് ഫാദറാണ് എല്ലാത്തിനും സപ്പോർട്ട്. കുഞ്ഞിത് മുതൽ ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇങ്ങനെ കൃഷി ചെയ്യണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ വീട്ടിലേക്കൊക്കെ കുറെ പാവൽ ചെടിയൊക്കെ കൊണ്ടുവരുമ്പോ ഞാനും വാപ്പച്ചിയും അതൊക്കെ നടവരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഒരു പാവൽ നട്ടിട്ടുണ്ടായി. ആ പാവൽ നന്നായിട്ട് വലുതായി. പിന്നെ കുറെ പാവൽ നന്നായിട്ട് കഴിക്കാനും പറ്റി. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പച്ചക്കറി എനിക്ക് അത്ര തിന്നാൻ ഇഷ്ടമല്ലാത്തയും ഞാൻ തന്നെ അന്തം വിട്ടുപോയി. എത്ര നന്നായിട്ട് ആണ് എന്റെ പച്ചക്കറി നന്നായത്. അന്ന് മുതൽ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു പാവൽ ഇങ്ങനെ ചെടിയൊക്കെ നടാൻ. എന്നു മുതലാണ് കൃഷി വളരെ സീരിയസ് ആയിട്ട് അഫിൻ ചെയ്യാൻ തുടങ്ങിയത്? 2-3 വർഷം മുമ്പ്. അഫിൻ ഇപ്പോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 5ല്. അഫിൻ പറഞ്ഞല്ലോ മുത്തശ്ശൻ ഒരു കർഷകനാണെന്ന്. മുത്തശ്ശന്റെ കൃഷിയിടത്തിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വാപ്പച്ചി മുത്തശ്ശൻ കർഷകനാണ്. പിന്നെ ചില അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അബ്ബാസ് എന്ന പേര്. അങ്ങനെ ഭയങ്കര നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യണ ഒരു ഗ്രാൻഡ് ഫാദർ ആണ്. പിന്നെ എന്റെ ഇവിടത്തെയും ഗ്രാൻഡ് ഫാദർ, 2 ഗ്രാൻഡ് മദേഴ്സും. പിന്നെ എന്റെ സ്കൂള് ഭയങ്കര രാജഗിരിന്നാണ് ഞാൻ പഠിക്കണ 5ാം ക്ലാസ്സില്. ഭയങ്കര സപ്പോർട്ടാ സ്കൂളില് ചെടിയൊക്കെ ചെയ്യാൻ. നമ്മളുടെ ടോമി അച്ഛൻ ഭയങ്കര സപ്പോർട്ടുമാണ്. എല്ലാം ഇങ്ങനെ ചെടി വിത്ത് വളർത്താനും എല്ലാത്തിനും ഭയങ്കര ഹെൽപ്പാണ് ടോമി അച്ഛനും ടീച്ചേഴ്സും എല്ലാവരും. ഇപ്പം അഫിൻ ഇവിടെ വീടിന് ചുറ്റും തോട്ടം ഒരുക്കിയിരിക്കുന്നത് ഏകദേശം എത്ര സ്ഥലത്താണ്? എനിക്ക് കറക്റ്റ് എത്ര സ്ഥലമാണെന്ന് അറിയില്ല. പക്ഷെ കുറെ ഉണ്ട്. ഞാന് അക്വാപോണിക്സ് ചെയ്യുന്നുണ്ട്. മീനിന്റെ വെള്ളമില്ലേ അതെടുത്തിട്ട് നന്നായിട്ട് ചെടികളെ വളർത്താൻ വേണ്ടി. ഇപ്പോൾ വീടിന് ചുറ്റും ടെറസിലും ഒക്കെ ആയിട്ട് നിരവധി പച്ചക്കറികൾ ഇവിടെ അഫിൻ ഒരുക്കിയിട്ടുണ്ട്. അപ്പം നമ്മളുടെ കൃഷിയിടത്തിലെ വിളകളെ ഓരോന്നായിട്ട് ഒന്ന് പരിചയപ്പെടുത്താമോ? വിളകളെന്ന് പറഞ്ഞാൽ പാവൽ, വെണ്ടക്ക, പയറുണ്ട്, ചീര, ചില്ലി, നമ്മളുടെ ഈ ചേമ്പും ചീര, ബോട്ടിൽ ഗാർഡ്, ബിറ്റർ ഗാർഡ്, അങ്ങനെ കുറെ. അപ്പം ഞാനിവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്, പെയിന്റിന്റെ ഉപയോഗശൂന്യമായ ബക്കറ്റുകളിലാണ് ഇവിടെ കൂടുതൽ കൃഷിയും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ? ഇത് പണ്ട് മുതൽ നമ്മളുടെ വീട്ടില് കുറെ ഇങ്ങനെ വെറുതെ കിടക്കണായിരുന്നു കുറെ പെയിന്റും ബക്കറ്റ്. അപ്പൊ അതില് ഫസ്റ്റ് ഒരു ഹോള് അടിയില് ഇട്ടിട്ട് ചെയ്തപ്പോ അത് നന്നായിട്ട് സക്സസ് ആവണ്ടായി. പെയിന്റും പാട്ടും അതൊരു റീസൈക്ലിംഗ് കൂടെ ആണ്. അത് നമ്മൾ എൻവയോൺമെന്റിനെ റീസൈക്ലിംഗിൽ ഹെൽപ്പ് ചെയ്യണതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യണമുണ്ട്. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക എന്ന് പറയുന്ന വലിയ ഒരു ദൗത്യം, അല്ലെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യം കൂടിയാണ് അതിനൊപ്പം അഫിൻ നടപ്പിലാക്കുന്നത്. ആണ് ഇത് നമ്മുടെ സ്കൂളും അങ്ങനെ പറഞ്ഞ് കുറെ പരിപാടികൾ ചെയ്യുന്നുണ്ട്.
കൃഷിക്കൊപ്പം പ്രകൃതി സംരക്ഷണവും, അതാണ് അഫിൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം. ഏറ്റവും ഇഷ്ടപ്പെട്ട പച്ചക്കറി പാവലാണെന്ന് പറഞ്ഞല്ലോ. ആ ഒരു ഇഷ്ടം കൊണ്ടാണോ പാവൽ തന്നെ ആദ്യം കൃഷിയായിട്ട് ചെയ്തത്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടി പാവലായതുകൊണ്ട് ആദ്യം നട്ട ചെടി പാവലായതുകൊണ്ടായിരുന്നു. അത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൽ നിന്നാണ് എനിക്ക് കൃഷിയിലേക്ക് ഒരു പ്രമോട്ടേഷൻ വന്നത്, മോട്ടിവേഷൻ ഒക്കെ. അഫിന്റെ തോട്ടത്തിൽ പാവൽ കൃഷി ചെയ്യുന്ന രീതി ഒന്ന് പറയാമോ? പാവലിന് മെയിനായിട്ട് നമ്മള് ഭൂമി നടലാണ് ഏറ്റവും നല്ലത്. മണ്ണിൽ നടണം. ഇങ്ങനെ പാട്ടല് നട്ടാൽ അത്ര നന്നായിട്ട് വളരൂല, പക്ഷെ നെൽത്ത് നട്ടാൽ നന്നായിട്ട് വളരും. അതൊരു കാര്യം. പിന്നെ ഈ വലിയതായിട്ട് ഇത് മുകളിൽ നെറ്റൊക്കെ ഇടണം ഈ പാവൽ നന്നായിട്ട് കയറാൻ. പിന്നെ ചാണകം, ഗോട്ടി, അങ്ങനെ കുറേ സാധനങ്ങൾ വേണം. പിന്നെ ഈ ഡ്രൈ ലീവ്സ് അങ്ങനെ എല്ലാം വേണം. റെഡ് സാൻഡ്, ബ്ലാക്ക് സാൻഡ്, അങ്ങനെ കുറേ വേണം. അപ്പോൾ നമുക്കിവിടെ ഒത്തിരി വിളകളുണ്ട്. അതിൽ കുറേ എണ്ണം കായ്ച്ചു കിടക്കുന്നു, ഇനി കായ്ക്കാനുള്ള വിളകളുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു വളപ്രയോഗം, ആ രീതിയൊക്കെ എങ്ങനെയാണ്? അതെല്ലാം അഫിൻ തന്നെയാണോ ചെയ്യുന്നത്? ഈ നനയ്ക്കണമെങ്കിൽ നമ്മള് ഒരു ദിവസം 2 തവണയെങ്കിലും നനയ്ക്കണം. വെള്ളം അത്ര വേണം. ഈ മഴ നന്നായിട്ടുള്ള ദിവസങ്ങൾ നമ്മൾ നനച്ചാൽ വെള്ളം കൂടിപ്പോവും. പിന്നെ 2 വീക്കായിട്ട് മറ്റേ ഹോളിഡേയ്സ് 2 വീക്കായിട്ട് നല്ല മഴ ഉണ്ടായതുകൊണ്ട് കുറേ എന്റെ കുഞ്ഞു കുഞ്ഞു വിത്തുകളും അതൊക്കെ പോയി. പിന്നെ ഇവിടെ വലിയ പ്രശ്നം എന്താന്ന് പറയാ, ഈ ആഫ്രിക്കൻ ഉച്ച് ഭയങ്കര പ്രശ്നമാണ്. അത് മാറ്റാൻ വേണ്ടി രാവിലെ ഉപ്പിട്ടെന്ന് വിചാരിച്ചു, ഈവനിങ് അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾ ചീരൊക്കെ പോയി കിടക്കുന്നുണ്ടാവും. അങ്ങനെ ഭയങ്കര പ്രശ്നം. കുഞ്ഞ് ആഫ്രിക്കൻ ഉച്ച്, വലിയ ആഫ്രിക്കൻ ഉച്ച്, അത് കുറേ ഉണ്ട്. പിന്നെ ചിലപ്പോഴൊക്കെ ഈ എല്ലിന്റെ പ്രശ്നം വരാറുള്ളൂ. അത് പഞ്ഞിയിൽ ഇത്തിരി ശർക്കര വെച്ചാൽ മതിയല്ലോ. പിന്നെ ഉപ്പ് അങ്ങനെ കുറേ വെക്കാറുണ്ട്. പിന്നെ അങ്ങനത്തെ കുറെ കാര്യങ്ങളും ഉണ്ട്. ഫിഷും നമ്മൾ അവിടെ വളർത്തുന്നുണ്ട്. നമ്മളുടെ ഒരു ബ്രാല് ഒന്ന് പ്രസവിച്ചപ്പോ കുറെ ഫിഷും വന്ന് അതിന്റെയും ഫാർമിംഗ് ഉണ്ട്. കൃഷിയിടത്തോട് ചേർന്നിട്ട് മത്സ്യക്കുളവും നിർമ്മിച്ചിട്ടുണ്ടല്ലോ. ഏത് മത്സ്യങ്ങളെയാണ് ഇപ്പോൾ ഇവിടെ വളർത്തുന്നത്? ഇത് ഞാനും എന്റെ വാപ്പയും തന്നെ പണിഞ്ഞൊരു കുഞ്ഞ് ടാങ്ക്. അതൊരു ഷീറ്റ് ഇടും. ഫസ്റ്റ് നമ്മൾ കുറെ കല്ലൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെച്ച് കുറെ ഒരു രീതി ആക്കിയിട്ട്, പിന്നെ എന്റെ ഫാദറിന്റെ ഗ്രാൻഡ് ഫാദർ ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. എന്റെ ഫാദറിന്റെ ഗ്രാൻഡ് ഫാദറിന് ലെവലൊക്കെ നോക്കാനും അതൊക്കെ നോക്കാനും ഭയങ്കര ഹെൽപ്പായിരുന്നു. പടുതാക്കുളമാണല്ലേ? ആണ്. പടുതാക്കുളത്തിൽ ഇപ്പോൾ ഏതെല്ലാം മീനുകളാണുള്ളത്? ബ്രാല് മീന് ഫസ്റ്റ് ഈ മോട്ടിവേഷൻ കിട്ടിയത് ബ്രാലിനാ. പിന്നെ കുഞ്ഞു മീന്, ഇങ്ങനെ അങ്ങനത്തെ കുഞ്ഞു മീനൊക്കെ ഇടും. കളർ മീനല്ല, വേറെ കുഞ്ഞു മീനാണ്. അങ്ങനത്തെ കുറെ മീനുകൾ വെച്ച്, ഇങ്ങനെ ഷാർക്കിന്റെ തല പോലെ ഇരിക്കണ മീന്, അങ്ങനത്തെ കുറെ മീനുകൾ. അതെനിക്കും വാപ്പിക്കും എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ്. ഫിഷിങ്ങും മീനും അതൊക്കെ. 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി കർഷകൻ ബ്രാല് പോലെ അല്പം അപകടകാരിയായ ഒരു മത്സ്യത്തെ വളർത്തുക എന്ന് പറയുന്നത് അല്പം റിസ്ക് ഉള്ള ഒരു കാര്യമല്ലേ? പേടി തോന്നുന്നില്ലേ? ബ്രാലിനെ വളർത്തുന്നത് തന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ബ്രാലെ ചിലപ്പോ പേടിച്ചു, പേടിക്കാനൊന്നും ഇല്ല. അപ്പം മത്സ്യക്കുളത്തിലെ വെള്ളം കൃഷിക്കും കൂടി ഉപയോഗിക്കുന്ന രീതിയിലാണ് ഇവിടെ സജ്ജീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. ആണ്. അത് ഈ ചെടികൾക്കും നല്ലൊരു കാര്യമാണ്. ചെടികൾക്ക് നല്ല ഈ മീനിന്റെ വേസ്റ്റ് ഒക്കെ ചെടികൾക്ക് ഒരു നല്ല സാധനമാണ്, ഒരു വളവുമാണ്. ലിറ്റിൽ സിസ്റ്ററിന് ടൊമാറ്റോ നന്നായിട്ട് ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു മോട്ടിവേഷൻ വന്നിട്ടാണ് ഞാനും ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തത്. ഇപ്പൊ പുറത്തുനിന്ന് നമ്മളുടെ വെണ്ടക്കയും തക്കാളിയും ബഡ് വന്നു തുടങ്ങി. ഒരു വീക്ക് 2 വീക്കൊക്കെ എടുത്താ ചിലപ്പോ അതിന്റെ ആദ്യത്തെ മുളക്ക് വന്ന് വരെയിരിക്കും. കൊറോണ ടൈമിൽ നമ്മൾ കുറെ വെച്ചിട്ടുണ്ടായി. പിന്നെ ഇങ്ങനത്തെ ഈ ആഫ്രിക്കൻ ഒച്ചിന്റെ പ്രശ്നം വന്നിട്ടായിരുന്നു ലാസ്റ്റ് അത് നിന്നത്. പിന്നെയും തുടങ്ങണേണ് ഇപ്പൊ ഇവിടെ വ്യത്യസ്തങ്ങളായ ഒരുപാട് മുളകുകൾ ഇവിടെ കാണുന്നുണ്ടല്ലോ. അതേ പറ്റി ഒന്ന് പറയാമോ? ചിലത് ഭയങ്കര വലുതാവണ മുളകിന്റെ തൈകളായിരിക്കും, ചിലത് നോർമൽ മുളക്, അങ്ങനൊക്കെ ഉണ്ട് കുറെ. പിന്നെ ഈ ക്ലോ ബീൻസ് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട്. അത് ബീൻസ് നല്ലതാ.
നല്ല ക്രോ ബീൻസ് എന്റെ ഫേവറേറ്റ് ആണ്. നല്ല പാവല് കഴിഞ്ഞിട്ടുള്ള എന്റെ ഫേവറേറ്റ് ആണത്. അഫിനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം ഈ പഠനത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ കൃഷി ചെയ്യാനുള്ള സമയം എങ്ങനെയാണ് കണ്ടെത്തുന്നത്? എങ്ങനെയാണ് ഈ പഠനവും കൃഷിയും തമ്മിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്? എനിക്ക് ഫ്രീ ടൈം ഒക്കെ കിട്ടൂലേ, സാറ്റർഡേ സൺഡേ, പിന്നെ ഈവനിങ് ടൈം പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറെ ഇങ്ങനെ ചെയ്യും. പിന്നെ മഷ്റൂംസ് എന്റെ വാപ്ചിന്റെ കൂടെ ചെയ്യാറുണ്ട്. ഞാൻ പഠിച്ചേക്കണ മഷ്റൂംസ് വിത്തും അത് കഴിഞ്ഞിട്ട് ഈ റബ്ബറിന്റെ മണ്ണ് പോലത്തെ ഒരു സാധനവും, റബ്ബറിന്റെ അറക്കപ്പൊടി ലെയറായിട്ട് വെച്ചിട്ട് നമ്മൾ കുറെ ഇങ്ങനെ ബാഗായിട്ട് വെക്കാറുണ്ടായി. മഷ്റൂം കൃഷി ചെയ്തിട്ട് എങ്ങനെയുണ്ട്? വിളവെല്ലാം നല്ല രീതിയിൽ കിട്ടിയോ? ആ, വിളയൊക്കെ വന്ന് നല്ല സൂപ്പർ, ഭയങ്കര ഒരു ഇങ്ങനെ നമ്മള് കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാറില്ല. ബയോഡിഗ്രേഡബിൾ ഫെർട്ടിലൈസേഴ്സ് നമ്മള് പോയിസൺ ഒന്നും അതില് ഇത് എല്ലാം സൂപ്പറും അങ്ങനെ ആയിട്ടുള്ള ആണ്. അഫിനെ സംബന്ധിച്ച് ഇനി ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്? കൃഷിയിൽ തന്നെ കുറച്ചും കൂടി മികച്ച രീതിയിലൊക്കെ മുന്നോട്ട് പോകണം എന്നാണോ ആഗ്രഹം? ഭാവിയില് ഇതൊരു നല്ല കാര്യമാണോന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഇപ്പൊ കുറെ ചെടികളൊക്കെ വെട്ടാതെ ഒന്നും ഇങ്ങനെ ചെടികളൊക്കെ ഉണ്ടാക്കി ലാസ്റ്റ് നമ്മള് കടയിൽ പോയിട്ട് മേടിക്കണ്ടല്ലോ. നമ്മള് വീട്ടില് തന്നെ നമ്മളുണ്ടാക്കി നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത നമ്മളുടെ വിത്തും ഇതൊക്കെ വെച്ച് ഇതിന്റെ എനിക്ക് ഒരു മെയിൻ മോട്ടിവേഷൻ ആണ് താഴം ചെന്നാലെന്ന് പറഞ്ഞ ഒരു പരിപാടി നടക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ സ്കൂളിൽ എങ്ങനെയാണ്? സ്കൂളിൽ നിന്ന് നല്ല പിന്തുണയാണോ കൃഷി ചെയ്യാനൊക്കെ ആയിട്ട്? സ്കൂളിൽ നിന്ന് ഭയങ്കര നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സ്, ടോമി അച്ഛൻ, അങ്ങനെ ഭയങ്കര ഹെൽപ്പാണ് എല്ലാരും. ഇന്നും കൂടി ഇങ്ങനെ വിത്ത് വിതക്കാൻ എന്നെയും എന്റെ ക്ലാസ്സിന്റെ ഇച്ചിരി ഫ്രണ്ട്സിനെയും വിളിച്ചിട്ടുണ്ടായി. അതിനൊക്കെ ഹരിതഗിരി എന്ന് പറഞ്ഞൊരു ക്ലബ് ഉണ്ട് അവിടെ. അഫിൻ സ്വന്തം തോട്ടത്തിൽ കൃഷി ചെയ്തുണ്ടാക്കുന്ന പച്ചക്കറിയൊക്കെ കൂട്ടാനുണ്ടാക്കി കൂട്ടുകാർക്കൊക്കെ കൊടുക്കാറുണ്ടോ? അവരെന്താണ് പറയാറുള്ളത്? ഞാന് കൂട്ടുകാർക്കൊക്കെ കൊടുക്കുമ്പോ സൂപ്പറാണെന്നൊക്കെയാണ് പറയണ. ഭയങ്കര സൂപ്പർ. അച്ചാറ് ചിലപ്പൊക്കെ ഉണ്ടാക്കും അങ്ങനെ. പിന്നെ ടീച്ചേഴ്സിനും കൊടുക്കും. ടീച്ചേഴ്സിന് ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്മളുടെ ആദ്യത്തെ പാവലിന്റെ പാവ. അത് ശരി, ടീച്ചർമാർക്കും കൊടുക്കാറുണ്ടല്ലേ? ആ, കൊടുക്കാറുണ്ട്. വീട്ടിലേക്ക് ഇപ്പം പച്ചക്കറി പുറത്തുനിന്ന് വാങ്ങുന്നുണ്ടോ, അതോ എല്ലാം അഫിന്റെ തോട്ടത്തിൽ നിന്ന് തന്നെയാണോ? ഇത് ഒരു നല്ല മോട്ടിവേഷൻ ആണ്. എന്റെ ഉമ്മയും വാപ്പയും നല്ല മോട്ടിവേഷൻ ആണ്. നന്നായിട്ട് മണ്ണൊക്കെ ചെയ്യാന്, TV കാണാനൊന്നും സമ്മതിക്കൂല. നല്ല പുറത്ത് ഇങ്ങനത്തെ ഒരു പരിപാടി നല്ലതാണെന്ന് പറഞ്ഞ് ഉമ്മ എന്നെ മോട്ടിവേഷൻ ഒക്കെ ചെയ്ത് ഇപ്പൊ എനിക്ക് അതൊരു നല്ലൊരു രീതിയാക്കി മാറ്റി. ഓ, TV കണ്ട് സമയം കളയാനൊന്നും ഇഷ്ടല്ല അല്ലേ? ഇപ്പൊ TV അവിടെ പൊടി പിടിച്ചിട്ട് ആർക്കും ഇഷ്ടമാണ്, ചില കൂട്ടുകാർക്കും. അഫിന്റെ ഒരു കൃഷി കണ്ടിട്ട് കൂട്ടുകാരൊക്കെ കൃഷിയിലേക്ക് താല്പര്യം കാണിക്കുകയും കൃഷി തുടങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഉണ്ടാവും. ഈ വർഷം ഞാൻ സ്കൂളില് ഒരു ചാലഞ്ചിന് രണ്ടാം പ്രൈസ് ഞാൻ എടുത്തത് കൊണ്ട് ചിലപ്പോ മോട്ടിവേഷൻ വന്നിട്ടുണ്ട്. അത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചലഞ്ചായിരുന്നോ? ആ, കൃഷിയായിട്ട് നന്നായിട്ട് ബന്ധപ്പെട്ട ചലഞ്ചായിരുന്നു. വിത്തൊക്കെ സ്കൂളിൽ നിന്നൊക്കെ തന്ന് നല്ല മോട്ടിവേഷൻ ആയിരുന്നു. രാജീരി ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഈ രംഗത്ത് തന്നെ അടിയുറച്ച് മുന്നോട്ട് പോവാനാണ് അഫിന്റെ നിലവിലെ പദ്ധതി അല്ലേ? ആണ്. 10 വയസ്സ് പ്രായത്തിനുള്ളിൽ ഇത്രയേറെ വിളകൾ കൃഷി ചെയ്യുന്ന അഫിൻ ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആകാശവാണിയുടെ ഭാഗത്തു നിന്നും കുട്ടി കർഷകന് എല്ലാവിധ ആശംസകളും. ആഗ്രഹിക്കുന്നത് പോലെ ഭാവിയിൽ അറിയപ്പെടുന്ന വലിയൊരു കർഷകനാകട്ടെ. നന്ദി. താങ്ക് യു. കാർഷിക ജീവനത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അഫിൻ അഹമ്മദ് എന്ന 10 വയസ്സുകാരൻ കർഷകന്റെ കൃഷിയിടത്തിലെ വിശേഷങ്ങളാണ്. അഫിനെ പോലെ കൃഷിയെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളാണ് കാർഷിക കേരളത്തിന്റെ ഭാഗ്യം. അഫിനുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കേണ്ട നമ്പർ 9746297189. ഇന്നത്തെ കാർഷിക ജീവനം ഇവിടെ സമാപിക്കുന്നു. നിർവഹണം അഖിൽ സുകുമാരൻ, സഹകരണം ഡോക്ടർ CV സാബുജി, ലക്ഷ്മി നാരായണൻ. കാർഷിക ജീവനം.
കൃഷി അറിവുകളും അനുഭവങ്ങളും.